ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻറ്റിൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ശ്രവിക്കുകയും ജീവിതത്തിൽ വലിയ സൗഖ്യത്തിലേക്കും അഭിഷേകത്തിലേക്കും കടന്നു വരികയും ചെയ്യാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈശോയ്ക്കുണ്ടായിരുന്ന മനോഭാവമാണ്. ഈശോയ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചില താല്പര്യങ്ങളുണ്ട്. സംസാരിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കുന്നതിന്, അതോടൊപ്പം മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നതിന്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേക താല്പര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ താല്പര്യങ്ങളാകണമെന്നില്ല നമ്മുടെ താല്പര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വളരെ വിവേകവും വളരെയധികം ആത്മസംയമനവും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ആവശ്യമാണ്. ചില സമയങ്ങളിൽ സഹായം കൊടുക്കുന്നത് പോലും ഒരു പരിധിയിലപ്പുറമാവുകയും അത് വിവേകത്തോടുകൂടെ അല്ലാതെ ആവുകയും ചെയ്യുമ്പോൾ ചിലർക്ക് അത് ശല്യമായി മാറാറുണ്ട്. മറ്റുള്ളവരുടെ താല്പര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കുവാനെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ താല്പര്യം മാത്രം, നമ്മുടെ കാഴ്ചപ്പാട് മാത്രം നമ്മളെപ്പോഴും കൊണ്ടു നടന്നാൽ പോരാ എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായി നമ്മൾ നമ്മുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് അവർ മുറിവേൽക്കാനും അവർ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനും അവർക്ക് നമ്മുടെ സഹായം പോലും ശല്യമായി തീരാനും ഇടയുണ്ട്. ഒരിക്കൽ ഒരു കുടുംബം എന്നോട് പങ്കുവെച്ച ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അവരൊരു വിദേശ രാജ്യത്ത് ചെന്നു. അവർക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ജോലി അവിടെ അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായി. അപ്പോൾ ഭാര്യയും ഭർത്താവുമുണ്ട്. അവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയത്തില്ല. അങ്ങനെ ആ രാജ്യത്ത് വെച്ച് അങ്ങനെ മലയാളിയായിട്ടുള്ള വേറൊരു കുടുംബത്തെ പരിചയപ്പെട്ടു. ആ സഹോദരൻ ഇവരെ സഹായിക്കുവാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ തയ്യാറായി. അപ്പോൾ ആദ്യ നാളുകളിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകളൊക്കെ വാങ്ങിക്കൊടുത്തു, ഭക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അത്യാവശ്യം ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു. പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും ജോലി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇവർ പടിപടിയായി അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്തു. പക്ഷെ പിന്നീട് ഈ സഹായിച്ച വ്യക്തിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഇവർക്ക് ഒരു ശല്യം പോലെ ആയി തുടങ്ങി. കാരണം പിന്നീട് ഈ സഹായിച്ച വ്യക്തി തന്നെ ഇവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. ഇവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം അതെങ്ങനെയായിരിക്കണമെന്നൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ തുടങ്ങി. പിന്നീട് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം ഇവരുടെ വീട്ടിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയും ആ കുടുംബവും ഇവർക്ക് ഒരു ശല്യമായി മാറിത്തുടങ്ങി. സ്നേഹമുള്ളവർ, പിന്നീട് അത് വളരെ അസ്വസ്ഥതയായി. കുറേ കഴിഞ്ഞപ്പോൾ അത് ഇവരുടെ കുടുംബജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ അത് അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ രണ്ട് കുടുംബവും തമ്മിൽ ഒരു അകൽച്ചയിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പോൾ സഹായിച്ച വ്യക്തിയാണെങ്കിലും വളരെയധികം കടുത്ത നിരാശയോടുകൂടെ സങ്കടത്തോടുകൂടെ അദ്ദേഹം മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു, ഈ കാലത്ത് ആരെയും സഹായിച്ചിട്ട് കാര്യമില്ല, ആർക്കും ഒരു നന്ദിയില്ല. സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ വന്ന് ചോദിക്കും, പിന്നീട് അവർക്കാർക്കും ഒരു നന്ദിയില്ല എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക്
അദ്ദേഹം മാറിപ്പോയി. അത് നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കെല്ലാ കാര്യങ്ങൾക്കും ചില അതിർവരമ്പുകൾ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സഹായം കൊടുക്കുന്നതിനാണെങ്കിലും സഹായം സ്വീകരിക്കുന്നതിനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഔചിത്യബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്, സ്വന്തം താല്പര്യം മാത്രം പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നോക്കണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു പരിധി വിട്ട് സഹായിക്കാൻ തന്നെ ചെന്നാലും മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പരിധി വിട്ട് ഇടപെട്ടാലും അവരുടെ സ്വകാര്യതയിൽ നമ്മൾ ഇടപെട്ടാലും എത്ര സഹായം ചെയ്യുന്നവരാണെങ്കിലും എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവർക്ക് അതിഷ്ടപ്പെടണമെന്നില്ല. നമ്മളൊരു ശല്യമായി മാറാൻ ഇടയുണ്ട് എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, മറ്റുള്ളവരെങ്ങനെയാണ് നമ്മോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരോടും പെരുമാറേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 12-ാം തിരുവചനത്തിലെ വചനം പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. അപ്പോൾ സ്നേഹമുള്ളവർ, അതിൽ ഒത്തിരിയേറെ ആന്തരിക അർത്ഥമുണ്ട്. കർത്താവ് പറഞ്ഞ ഈ വചനത്തിൽ നമ്മൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നത്, ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത്, ഒരാൾ നമ്മളെ സഹായിക്കുന്നത്, ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, ഒരാൾ നമ്മോടൊപ്പം സമയം ചെലവിടുന്നത്, ഒരാൾ നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങൾ ഇടപെടുന്നത്, നമ്മുടെ പ്രൈവസിയിൽ കടന്നു വരുന്നത്, അതെന്തുമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകണമെന്നാണ് കർത്താവ് തിരുവചനങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു പരിധിയിലപ്പുറം അവരുടെ പ്രൈവസിയോ അവരുടെ സ്വകാര്യതയോ മാനിക്കാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ജീവിതത്തിൽ കൂടുതലായി ഇടപെട്ട് അവർക്ക് ശല്യമായി തീരുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം ചിലപ്പോൾ ചിലരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുന്നു. അങ്ങനെ പലവട്ടം വീടുകൾ സന്ദർശിക്കാൻ പോയി ഒരു ഔചിത്യമില്ലാതെ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുള്ള അനേകം വ്യക്തികളെയും അനുഭവങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരിവിടെ കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്, എല്ലാ മേഖലയിലും ജീവിതത്തിൽ ചില അതിർവരമ്പുകൾ വേണം. അത് സ്നേഹത്തിനാണെങ്കിലും സഹായം കൊടുക്കുന്നതിനാണെങ്കിലും സ്വീകരിക്കുന്നതിനാണെങ്കിലും സംസാരത്തിനാണെങ്കിലും പ്രവൃത്തികൾക്കാണെങ്കിലും എല്ലാ മേഖലയിലും ചില അതിർവരമ്പുകൾ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 17-ാം തിരുവചനം, സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 17-ാം തിരുവചനം, അവിടെ വചനം പറയുകയാണ്, അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. കർത്താവിൻ്റെ വചനം വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരികയാണ്, അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. ഇപ്പം സ്നേഹമുള്ളവർ, ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, അവർ രോഗികളായിരിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നു. ആ സമയങ്ങളിൽ ആ ഭവനങ്ങളിൽ പോകുന്നു, അവരെ സഹായിക്കുന്നു, അവരോട് സംസാരിച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പക്ഷെ ചില വ്യക്തികൾ അങ്ങനെ അയൽപ്പക്കങ്ങളിലൊക്കെ ഒന്ന് പോയി തുടങ്ങിയാൽ പിന്നീട് ഒരു ഔചിത്യബോധ്യമില്ലാതെ എല്ലാ സമയവും എല്ലാ ദിവസവും ഇങ്ങനെ അയൽപ്പക്കങ്ങളിലൊക്കെ പോകുന്ന വ്യക്തികളുണ്ട്. അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന വിധത്തിൽ, അവർക്ക് ആ കുടുംബത്തിൽ ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കയറി ചെല്ലുക, അല്ലെങ്കിൽ അവർ വളരെ പ്രൈവസിയോടുകൂടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കയറി ചെല്ലുക, അങ്ങനെയൊക്കെ ഒരു ഔചിത്യബോധമില്ലാതെ ഇടപഴകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്, അയൽപ്പക്കങ്ങളിൽ പോകുന്നതാണെങ്കിൽ പോലും അത് ചുരുക്കമായിട്ടാണ് നീ പോകേണ്ടത്, വിവേകത്തോടു കൂടിയാണ് നീ പോകേണ്ടത്. അതിനും ചില അതിർവരമ്പുകൾ നിനക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നിന്റെ ഈ യാത്രയും നീ ചെല്ലുന്നതും അവർക്കൊരു ശല്യമായി മാറാം, അവർക്ക് നിന്റെ സാന്നിധ്യം ഒരു മടുപ്പായി മാറാമെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെ എല്ലാ മേഖലയിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും എടുക്കുമ്പോഴും
പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾ അവരുടെ മക്കളെ നോക്കി വളർത്തുന്നു. ആ മക്കളൊക്കെ വളർന്നു വലുതാകുന്നു. അതിനുശേഷം അവരുടെ വിവാഹം കഴിയുന്നു, അവർക്ക് കുട്ടികളൊക്കെ ആകുന്നു. അപ്പോൾ മക്കൾ മുതിർന്നു വളർന്നു വലുതായി അവർക്ക് കുട്ടികളായിട്ട് പോലും ഈ മക്കളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നൽകുന്ന മാതാപിതാക്കളുണ്ട്. ഒരുപക്ഷെ ഈ മാതാപിതാക്കൾ അവർ കരുതുന്നത് അവർ തങ്ങളുടെ കടമയാണ് നിർവഹിക്കുന്നത്, അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്, തങ്ങളുടെ മക്കൾക്ക് എപ്പോഴും നല്ല വഴി പറഞ്ഞു കൊടുക്കുകയാണ്, നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പക്ഷേ പല മക്കളും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പല മക്കളും പങ്കുവച്ചിട്ടുണ്ട്, മാതാപിതാക്കളുടെ അമിതമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾക്ക് അരോചകമായി തീരുന്നു. അതുകൊണ്ട് അപ്പൻ അമ്മ അവരൊക്കെ സന്ദർശിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അസ്വസ്ഥതയാണ്, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കളെ, എല്ലാ മേഖലയിലും നമ്മൾ ഒരു അതിർവരമ്പുകൾ വെക്കേണ്ടതുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ നോക്കുന്നു, വളർത്തുന്നു, വലുതാക്കുന്നു. അതിനുശേഷം അവരൊരു ജീവിതാന്തസ്സിലേക്കൊക്കെ കടന്നു പോയതിനു ശേഷം, അവർക്കൊക്കെ കുട്ടികളായതിനു ശേഷം അവർക്ക് ആലോചിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉണ്ട്. അവരുടെ താല്പര്യങ്ങളെ നമ്മൾ മാനിക്കുക, അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാനിക്കുക, അവരുടെ സ്വകാര്യതയിൽ എപ്പോഴും ചെന്ന് ചാടാതിരിക്കുക. അത് മാതാപിതാക്കൾ കാണിക്കേണ്ട വിവേകമാണ്. അപ്പോൾ കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്: മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടതെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്. അതാണ് കർത്താവ് ഫിലിപ്പി ലേഖനത്തിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിക്കണം. അതേ സ്നേഹമുള്ളവരെ, അത് മാതാപിതാക്കളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും അയൽക്കാരാണെങ്കിലും ജോലി സ്ഥലത്തുള്ളവരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും കൂടെ പഠിക്കുന്നവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും സഹായം കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഭാഗവും അവരുടെ താല്പര്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ആർക്കും ശല്യമല്ലാത്ത വിധത്തിൽ, ആർക്കും മടുപ്പ് തോന്നാത്ത വിധത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുക. അതിന് കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. തുടർന്നുള്ള ആരാധനയിൽ കർത്താവ് ഈ ഒരു ഔചിത്യ ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിച്ച് മറ്റുള്ളവരോട് ഇടപഴകുവാൻ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ സഹായങ്ങൾ പോലും ഒരിക്കലും മറ്റൊരാൾക്ക് ശല്യമായി തീരാതിരിക്കുവാൻ അതിനുള്ള ബുദ്ധിയും ബോധവും വിവേകവും ജ്ഞാനവും എനിക്ക് നൽകണമേ എന്ന് നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ,
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഭവനങ്ങളിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്ന ഈശോ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും നമ്മളെ അലട്ടുന്ന രോഗങ്ങളും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും സാമ്പത്തിക മേഖലയിലെ തകർച്ചകളുമെല്ലാം ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധിക്കും ഏതു പ്രശ്നത്തിനും ഉത്തരം നൽകുവാൻ സാധിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ജീവിതത്തിലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്കോരോ താല്പര്യമുണ്ട്. അത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മോട് സംസാരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും അവർ നമ്മോട് ഇടപഴകുമ്പോഴും സ്നേഹിക്കുമ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും സഹായങ്ങൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അതെങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഈശോ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ താല്പര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കണം. അപ്പോഴാണ് വിശുദ്ധമായ ബന്ധങ്ങളും വിശുദ്ധമായ സ്നേഹവും നമ്മുടെ ഇടയിൽ ഉണ്ടാവുക. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോഴും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമ്മൾ വേണ്ടതുപോലെ അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ശല്യമായി തീരുന്നു, മടുപ്പായി തീരുന്നു. ഇവിടെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ താല്പര്യവും നമ്മൾ പരിഗണിക്കണമെന്ന് കർത്താവ് വചനത്തിലൂടെ പറയുകയും, മറ്റുള്ളവർ എങ്ങനെയാണോ നമ്മോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് നമ്മൾ അവരോടും പെരുമാറേണ്ടത്. അത് സഹായമാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വാക്കുകളാണെങ്കിലും അപ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ചില നിരന്തരമായ സന്ദർശനങ്ങൾ പോലും മറ്റുള്ളവർക്ക് മടുപ്പുളവാക്കുമെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതേ കർത്താവ് വചനത്തിലൂടെ പറയണം, അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അതേ സ്നേഹമുള്ളവരെ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്കൊരു ഔചിത്യ ബോധം ഉണ്ടായിരിക്കണം. എൻ്റെ താല്പര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ ഞാൻ പരിഗണിക്കണം. മാതാപിതാക്കളാണെങ്കിലും മക്കളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴും അവരെ നിയന്ത്രിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചില അതിർവരമ്പുകൾ ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുക. ഇതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വേണ്ട വിധം ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കുവാൻ, പെരുമാറുവാൻ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ,
വെളിവു നിറയ്ക്കണമേ. വിവേകമേകണമേ. വിജ്ഞാനദായകനേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനവും വിവേകവും വെളിച്ചവും വന്ന് നിറയട്ടെ. വേണ്ടവിധം പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടെ പരിഗണിക്കുവാൻ, ഞങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടെ പരിഗണിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് വിവേകം നൽകണം. എൻ സോദരരെ കാണാൻ, സോദര സ്നേഹത്തിൽ വളരാൻ. എൻ സോദരരെ കാണാൻ, സോദര സ്നേഹത്തിൽ വളരാൻ. നിൻമുഖമവരിൽ കാണാൻ, അവർക്കായർപ്പിതരാകാൻ. നിൻമുഖമവരിൽ കാണാൻ, അവർക്കായർപ്പിതരാകാൻ. വെളിച്ചം പകരണമേ. വെളിവു നിറയ്ക്കണമേ. വിവേകമേകണമേ. വിജ്ഞാനദായകനേ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചു. ഹല്ലേലൂയ. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാവരും സുഖപ്പെടുത്തണം. യേശുവേ, 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 യേശുവേ. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.